എന്ത് റിസർച്ചാണ് നിന്റെ? അമേരിക്കയിൽ പഠിച്ചിട്ട് കാട്ടിൽ വന്ന് ജീവിക്കുന്നു, വീട്ടിലേക്ക് പോലും വരുന്നില്ല, ആരോടും ഒരു കുന്തവും പറയില്ല. നീ ഇവിടെ ഉള്ള കാര്യം ഒരൊറ്റ കുഞ്ഞിന് പോലും അറിയില്ല, അറിയോ? എന്നെ പോലത്തവർ ഇങ്ങനത്തെ സാക്രിഫൈസസ് ചെയ്താലേ നിന്നെ പോലുള്ളവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയും. അതെന്താണെന്നറിയോ? അതിപ്പോ തലയ്ക്കകത്തുള്ള ഒരു സാധനമല്ലേ, തലയ്ക്കകത്തുള്ളതല്ല. നോട്ട് ഈവൻ എ ബ്രെയിൻ. ദിസ് ഈസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. എന്ന് വെച്ചാ ഹൗ ഷുഡ് ഐ ടെൽ ദിസ്? മനുഷ്യൻ്റെ ബോഡിയിലെ ഓരോ മൂവ്മെൻറ്റിനെയും ഓരോ ഇമോഷനെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്. നിങ്ങളൊക്കെ പറയാറില്ലേ മനസ്സിൽ തോന്നിയതാ ചെയ്തതെന്ന്? അതുപോലും ഈ ബ്രെയിൻ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ബാൻഡേജ് കെട്ടിയപ്പോൾ നീ പതുക്കെന്ന് പറഞ്ഞില്ലേ, ആ ഒരു വേദന പോലും ഈ ബ്രെയിൻ പറഞ്ഞാലേ നമുക്കറിയാൻ കഴിയൂ. ചെറുപ്പത്തിൽ നിന്റെ ഫേസ് വളരെ സ്മൂത്ത് ആയിരുന്നിരിക്കും, എന്നാൽ ഇപ്പോഴോ താടിയുണ്ട്, മീശയുണ്ട്, പിന്നെ ലോങ് ഹെയർസ്. കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ മുട്ടുവേദന ഉണ്ടാവും, മുഖത്ത് ചുളിവുകൾ വീഴും, പിന്നെ കൂനിപ്പോവും. ഇതെല്ലാത്തിനും കാരണം ഇതാണ്, ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്താൽ മനുഷ്യരാശിക്ക് പഴക്കമുള്ള ഏറ്റവും പഴക്കമുള്ള രോഗം, അതന്നെ വൺ ഗെറ്റിംഗ് ഓൾഡ്, ആ രോഗത്തെ നമുക്ക് തടയാൻ കഴിയും. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയെ തന്നെ നമുക്ക് സ്വർഗമായി മാറ്റി തീർക്കാം. ഹ്യൂമൻ റേസ് വിൽ ബി ഇമ്മോർട്ടൽ ആൻഡ് വി വിൽ ബി ദ ന്യൂ ഗോഡ്സ്. അർജുൻ, ഡാ അർജുനെ,
അശ്വ, ഡാ അശ്വ. ഡാ, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു? ഒന്ന് വിളി കേട്ടൂടെ? എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ പറ്റിയേ? ആ ബോഡീസ് ആരുടെയാടാ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, മൈ റിസർച്ച്. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സ്വർഗവും കോപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി നോക്കിയപ്പോ നരകം പോലെ ഉണ്ടല്ലോ. രാത്രി നിന്നോട് പറഞ്ഞതല്ലേ, എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ആ പിറ്റ്യൂട്ടറി ഗ്ലാൻസ് എനിക്ക് വേണമെന്ന്. അത് യൂസ് ചെയ്ത് ഫോർമുല റെഡി ചെയ്തതിന് ശേഷം എനിക്ക് ട്രയൽസ് നോക്കണം. ട്രയൽസ് നോക്കണമെങ്കിൽ സബ്ജക്ട്സ് വേണം. ആദ്യം അത് ആനിമൽസിന്റെ പുറത്ത് ട്രൈ ചെയ്യും. അത് കഴിഞ്ഞ് ആൻഡ് ദെൻ മനുഷ്യരുടെ പുറത്ത്. മനുഷ്യ ഇയാൾക്ക് ജീവനുണ്ട്. അതെ, ഇവരെല്ലാരും ജീവനോടെ ഉള്ളത്. ആ ചത്തു കഴിഞ്ഞാ പിന്നെ എനിക്കെന്തിനാ? ഡാ, ഇതൊക്കെ തെറ്റാടാ. ഏത് പഠനമായിരുന്നാലും മരുന്നായിരുന്നാലും അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ട്രൂ, വെരി ട്രൂ. ഇതും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. അപ്പൊ ഇവരുടെ സ്ഥിതി എന്താവും? ചില വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഇങ്ങനത്തെ ത്യാഗങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. സയൻസ് ഡിമാൻഡ്സ് സാക്രിഫൈസ്. ഡാ, ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ടടാ. ഇത് വലിയൊരു തെറ്റാടാ. ഹൗ ഷുഡ് ഐ ടെൽ ദിസ്? നീ ആ ബോംബ് ബ്ലാസ്റ്റ് എന്തിനാ ചെയ്ത്? പറയ, എന്തിനാ ചെയ്ത്? അവകാശത്തിനും നാളത്തെ തലമുറയ്ക്കും ഈ നാടിനും വേണ്ടി. കറക്റ്റ്. ഇതും അതുപോലെ തന്നെ. നീ ചെയ്യുന്നത് ഈ നാടിനു വേണ്ടി മാത്രമാ. എന്നാൽ ഞാൻ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന് വേണ്ടിയാ. അതിനുവേണ്ടി നീ പാവങ്ങളെ കൊല്ലുവെന്നാണോ? നിനക്കൊരു കാര്യം അറിയോ? ഇപ്പൊ നിനക്കൊരു പനി വന്നാൽ കഴിക്കാൻ പാരസെറ്റമോൾ ഉണ്ട്. എന്നാൽ അത് കണ്ടുപിടിക്കാൻ എത്ര പേരാ മരിച്ചെന്നറിയോ നിനക്ക്? നീ ആ പോലീസ് സ്റ്റേഷനിൽ ബോംബ് എറിഞ്ഞപ്പോ എത്ര പേരായിരിക്കും മരിച്ചത്? അവർക്കൊന്നും ഫാമിലീസ് അല്ലേ? അവരൊന്നും പാവങ്ങളല്ലേ? അതും ഇതും ഒന്നല്ല, രണ്ടും ഒന്ന് തന്നെയാ. നീ അവരെ നാടിന് വേണ്ടി കൊന്നു. എന്നാൽ ഞാൻ ഇവരെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാം. എന്നാൽ ഞാൻ ഇതുവരെ ആരെയും അനാവശ്യമായി കൊന്നിട്ടില്ല. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? നിക്കടാ, ഞാൻ നിന്നെ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. നിക്കാൻ അശ്വ, നിക്കണോ? വിടാനാ പറഞ്ഞേ. അശ്വ,